അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 19 വർഷം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ദിൽഷാന, അല്ലേ? ആ കുടുംബത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു പെൺകുട്ടി. പാല് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നതോ കഫൻ പുടയിൽ പൊതിഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല ഒരു മനുഷ്യൻ്റെ മരണം എങ്ങനെ, എപ്പോൾ, എവിടെയെന്നു. സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടി, ആ വിദ്യാർത്ഥിയായ പെൺകുട്ടി പാലിന് വേണ്ടി റോഡരികിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. അതിവേഗം ചീരിപ്പാഞ്ഞ് ആ വാഹനം ആ പെൺകുട്ടിയിൽ തട്ടി മരണപ്പെട്ട വാർത്ത വളരെ വേദനയോടു കൂടിയാണ് നാം അറിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റോഡിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾക്കും ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വത്തെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്ന. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും പിഴവ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ നാമാണ്. നാം റോഡിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാതെ കണ്ട് നാം മരണപ്പെടുക, ഇതൊക്കെ നാം പാലിക്കേണ്ട നിയമങ്ങളൊക്കെ അത് കൃത്യമായി പാലിച്ചിരിക്കണം. കാരണം ഈ പെൺകുട്ടി, ആ ഉമ്മ മകളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ സങ്കടം ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ ഒരു വാർത്തയാണ്. ചെറിയ ഒരു പെൺകുട്ടിയാണ്. 19 വർഷം എന്ന് പറയുമ്പോൾ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബവുമായി ഒന്ന് തട്ടിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്കറിയുന്നത്. എത്ര ആളുകൾ റോഡിൽ പോകുമ്പോഴൊക്കെ ഒരു ശ്രദ്ധയില്ലായ്മ പോലെ ഓടിക്കുന്ന ചീരിപ്പാഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ര ധൃതി ഉണ്ടെങ്കിൽ അല്പം മുമ്പ് നമുക്കിറങ്ങി, അല്ലേ? അള്ളാഹുവിൻ്റെ തീർമാനമാണ് നടക്കുന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും, നമ്മുടെ ഭാഗത്ത് നിന്നെങ്കിൽ അപകടം, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യം, ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും. അപ്പോൾ നാം ഇത്തരത്തിലുള്ള വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് മഴ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരമായ മഴയാണ്. മഴയിൽ റോഡും നാടും ഒക്കെ മുങ്ങി വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മഴയുടെ കാലത്തൊക്കെ നാം അതിവേഗം പോകുമ്പോഴൊക്കെ അപകട സാധ്യതകൾ കൂടുതലാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബം കണ്ണീരിലാവുകയാണ്. ഇനി ആ ഉമ്മയുടെയും ഉപ്പയുടെ അവസ്ഥ നോക്ക്. ആ വീട്ടിലെ ആ കുട്ടിയുടെ, അല്ലേ, ആ പെൺകുട്ടിയുടെ ആ ഓരോ സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മുമ്പിലിങ്ങനെ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ, അവരുടെ വരകളൊക്കെ കാണുമ്പോൾ എത്ര ദുഃഖങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒരിക്കലും കഴിയുന്നതല്ല. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെന്താക്കുന്ന അള്ളാഹുവിൻ്റെ വിധിയല്ലേ എന്ന്. ആ കുടുംബം എന്നും കണ്ണീരിലാണ്. മരണം വരെ അവർക്കത് മതി. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധയോടു കൂടി ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അവഗണനത്തോടു കൂടി കണ്ടാൽ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ പൊന്നുമോളുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ദിയത്ത് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.